ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ കാരണം ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തിട്ട് എൻ്റെ നിരന്തരമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാനൽ കണ്ടിട്ട് ഡിസൈൻ നമ്മളോട് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് വെബ് ഡിസൈനിങ് മേഖലയിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈൻ അത് ഒന്ന് റിവ്യൂ ചെയ്യുമോ, ഞാനൊരു ഡിസൈൻ ഫയൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ മെയിൽ അയച്ചിരുന്നു. അപ്പോൾ മെയിൽ നോക്കിയപ്പോഴത്തേക്ക് ഹെവി ഫയലായിരുന്നു. അപ്പോൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത് ഫോട്ടോഷോപ്പിലാണ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നീട് പുള്ളിക്കാരനുമായിട്ട് ചാറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ചാറ്റ് ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു കുറച്ച് പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കാര്യം ഓരോ വീഡിയോസുകളും നമുക്ക് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ജീവിതത്തിൽ കിട്ടുന്ന ഓരോരോ എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഏകദേശം 10-12 വർഷത്തോളമായിട്ടും വെബ് ഡിസൈനിങ്ങിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം HTML ചെയ്യുന്നുണ്ട്, ഡിസൈൻസും ചെയ്യുന്നുണ്ട്. അപ്പം കുറേ വെബ്സൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടുതലായിട്ട് ടച്ച് ഇല്ല. അപ്പോൾ ഇപ്പോൾ അതിൽ കുറച്ചും കൂടെ ടച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ കണ്ട കുറേ ട്രിക്കുകളൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാണ് അയച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഡിസൈൻ എനിക്ക് കണ്ടപ്പോൾ അത് ഡിസൈൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്ത് കണ്ടത്. പക്ഷേ അത് കണ്ടപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തി അത് ഫോട്ടോഷോപ്പിൽ ചെയ്തത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഒരു ഇത് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ പ്രത്യേകിച്ചും ഈ ഒരു 2021 കാലഘട്ടത്തിൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് എല്ലാ ഡിസൈനേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുൻപേ വരെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുക, ഫോട്ടോഷോപ്പിൽ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുക, ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ UI ഡിസൈനിങ്ങിൽ വലുതായി യൂസ് ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാ ഡിസൈനേഴ്സും മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതല്ല കാര്യം, നമ്മുടെ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കൊത്ത് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഡിസൈൻ ഇൻഡസ്ട്രിയിലുള്ള ട്രെൻഡുകൾ, ഡിസൈൻ ഇൻഡസ്ട്രിയിലെ പുതുതായി വരുന്ന സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അഡോബ് തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ നിന്നും UI ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് അഥവാ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് Adobe XD എന്ന് പറയുന്നൊരു പാക്ക് ഇറങ്ങിയിട്ട് തന്നെ അറൗണ്ട് 3 years കഴിയുന്നു. അപ്പോൾ ഈ Adobe XD ആ തുടക്ക സമയത്ത് കുറേ ആൾക്കാർ അതിലേക്ക് കൺവേർഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 2 വർഷത്തെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ദ വേൾഡ് UI ഡിസൈനിങ്ങിൽ ഒരു 90% ആൾക്കാരും ഫിഗ്മ അല്ലെങ്കിൽ Adobe XD, സ്കെച്ച് തുടങ്ങിയ ഒരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഞാൻ കുറച്ച് ഡിസൈനേഴ്സിനെ ഇങ്ങനെ അതിനുശേഷം നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നത് അവർ ഫോട്ടോഷോപ്പിൽ തന്നെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഫോട്ടോഷോപ്പിൽ ഓക്കെയാണ്, ഞാൻ ഒരിക്കലും ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. കാര്യം ഞാനും ഏകദേശം 10-12 വർഷത്തിൽ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാം ഫോട്ടോഷോപ്പിൽ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 2.5-3 വർഷമായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഫോട്ടോ മാനിപ്പുലേഷൻ, ഫോട്ടോ റീടച്ചിങ്, അങ്ങനെയുള്ള ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഫോട്ടോയുടെ റീടച്ചിങ് വേണം, അല്ലെങ്കിൽ കളർ കറക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പർപ്പസിൽ മാത്രമാണ് നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലോട്ട് കയറുന്നത്. അല്ലാതെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിലെ ഫുൾ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളൊരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ Adobe XD അല്ലെങ്കിൽ ഫിഗ്മയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഡിസൈനേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഡിസൈനേഴ്സും ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും ഈ പ്രിന്റ് മീഡിയ ഡിസൈൻസുകൾ പോലും ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഫോട്ടോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ളതും, അത് പ്രിന്റ് മീഡിയ ചെയ്യണമെങ്കിൽ നിങ്ങൾ Adobe ഇല്ലസ്ട്രേറ്ററോ കോറൽഡ്രോ പോലുള്ള വെക്ടർ സോഫ്റ്റ്വെയർ ചെയ്യണമെന്നും, അതുപോലെ യൂസർ ഇന്റർഫേസ് നിങ്ങൾ വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ ചെയ്യണമെങ്കിൽ അതുപോലെ ലോ വെയിറ്റിനായിട്ടുള്ള Adobe XDയോ ഫിഗ്മയോ ഒക്കെ യൂസ് ചെയ്ത് ശീലിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കൾച്ചറായി മാറേണ്ടെന്ന് ടൈം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ടും നമ്മൾ ഫോട്ടോഷോപ്പിനെ തന്നെ ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഒട്ടും ഒരു ശരിയായ കാര്യമല്ല. കാര്യം നമ്മുടെ മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ടെക്നോളജി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മളും അതിനൊത്ത് മാറിയാൽ മാത്രമേ നമുക്ക് മേഖലയിൽ കൂടുതലായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഒരു ഡിസൈനർ എന്ന നിലയിൽ നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പ്രഗത്ഭരാണെന്നുള്ളതോ അല്ല കാര്യം ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഓരോ മാറ്റങ്ങളും ഓരോ അപ്ഡേഷൻസുകളും നമ്മൾ ഉൾക്കൊള്ളാനും അതിനൊത്ത് മൂവ് ചെയ്യാനും കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനർ എന്ന രീതിയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ പറ്റും.
അപ്പോൾ ഡിസൈനിങ്ങിൽ വലിയ പ്രാവീണ്യം ഇല്ലാത്തവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ യൂസർ ഇന്റർഫേസ് അഥവാ ഡിജിറ്റൽ സാമ്പത്തികമായിട്ടുള്ള ഡിസൈൻസുകളാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അഡോബ് എക്സ്ഡിയോ ഫിഗ്മയോ തന്നെ റെഫർ ചെയ്ത് ശീലിക്കണം. അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വെക്ടർ ക്വാളിറ്റിയും ബിറ്റ്മാപ്പ് ക്വാളിറ്റിയും പോലെയാണ്. ഫോട്ടോഷോപ്പിൽ ഒരു ചെറിയ ഫയൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 15-20 MB ആയിരിക്കും അതിന്റെ ഫയൽ സൈസ്. പക്ഷേ അഡോബ് എക്സ്ഡിയിൽ ഒരു വലിയ വെബ്സൈറ്റ് ചെയ്താൽ പോലും അതിന്റെ ഒരു 2-3 MB പോലും വരില്ല. അപ്പോൾ അത്തരത്തിൽ ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ശീലിക്കണം. ഏറ്റവും കൂടുതൽ ഒരു ഡിസൈനർ, ഒരു ഡിജിറ്റൽ ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. അവന്റെ ഫയൽ സൈസുകൾ അതുപോലെ തന്നെ അവന്റെ എല്ലാ ഡിസൈൻ സാമ്പത്തികമായ കാര്യങ്ങളും പെട്ടെന്ന് ലോഡാകണമെന്നും അല്ലെങ്കിൽ പെട്ടെന്ന് അത് ആൾക്കാരിലേക്ക് എത്തിപ്പറ്റണം എന്നുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഡിജിറ്റൽ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ഫോട്ടോഷോപ്പിനെ തന്നെ ഇപ്പോഴും വെബ്സൈറ്റ് ചെയ്യാനും അഥവാ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന UI ഡിസൈനേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇത്തരത്തിലുള്ള വെക്ടർ ആപ്ലിക്കേഷനുകളിലേക്ക് കയറണം. അഥവാ നിങ്ങൾക്ക് അഡോബ് എക്സ്ഡിയെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വന്നതിന് ശേഷം പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം അഡോബ് എക്സ്ഡിക്ക് വേണ്ടി തന്നെ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നമ്മൾ അതിൻ്റെ ബേസ്മെൻറ്റ് തൊട്ട് അത്യാവശ്യം നല്ല ഒരു ലെവൽ വരെയുള്ള ട്യൂട്ടോറിയൽസുകൾ ഇട്ടിട്ടുണ്ട്, ഇനി ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഗ്രോത്തിന് അഡോബ് എക്സ്ഡിയിലേക്കുള്ള മൂവിനേക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ യാതൊരു കാരണവശാലും ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾ ഇപ്പോൾ മാറ്റത്തിന്റെ സമയത്ത് നിങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇനിയെങ്കിലും അതിലേക്ക് മാറി നമ്മൾ അങ്ങോട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോഷോപ്പ് ഡിസൈനർ എന്ന ലെവലിലേക്ക് നിൽക്കും. നമ്മുടെ ഡിസൈൻ ടാലന്റുകളെല്ലാം ഫോട്ടോഷോപ്പിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഓർക്കുക, ഇത്തരത്തിലുള്ള വെക്ടർ ആപ്ലിക്കേഷൻസുകൾ, പുതിയ ഇന്നോവേഷൻ സോഫ്റ്റ്വെയറുകൾ എല്ലാം വരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ അതിനോട് മൂവ് ചെയ്യാനും അതിനോടൊപ്പം നിന്ന് നമുക്ക് ഒരു ഹൈലി പ്രൊഫഷണൽ വേയിലേക്ക് തിങ്ക് ചെയ്യാനുമുള്ള ഒരു മെന്റാലിറ്റിയും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലയാളം ചാനൽ എന്ന നിലയിൽ ഇതുവരെ വീഡിയോസുകളെല്ലാം മലയാളത്തിൽ നമ്മൾ ഇടുന്നത് ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. കേരളത്തിലെ എല്ലാ ഡിസൈനേഴ്സും, ഇത് വീഡിയോ കാണുന്ന എല്ലാ ഡിസൈനേഴ്സിനോടും എനിക്ക് പ്രിഫർ ചെയ്യാനുള്ളത് നിങ്ങൾ ഫോട്ടോഷോപ്പിനെ ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി കണ്ടുകൊണ്ട് അഡോബ് XD കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫിഗ്മ പോലുള്ളതിലേക്ക് പോകുക. അങ്ങനെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നിൻ്റെ പർപ്പസ് മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ ടൂൾസുകളിലും നിങ്ങൾക്കൊരു അപ്ഡേഷൻ ഉണ്ടാകണം. ആ അപ്ഡേഷനാണ് നമ്മുടെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. ആ അപ്ഡേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ടോപ്പിലോട്ട് ഓരോ പടികൾ കയറി പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ പ്രിന്റ് മീഡിയ ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വെബ്സൈറ്റുകളൊക്കെ ഫോട്ടോഷോപ്പിലുണ്ടെങ്കിൽ അത് നിർത്തുക. അതുപോലെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി എടുത്ത് പറയാൻ തോന്നുന്ന കാര്യം, അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ വെബ് ഡിസൈനർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദയവ് ചെയ്ത് ഡിസൈനേഴ്സ് നിങ്ങൾ ഓർക്കുക, നമ്മുടെ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെബ് ഡിസൈനിങ് എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വെബ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനൊക്കെ ഏകദേശം 5-8 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു ഡെസിഗ്നേഷൻ വാല്യൂ ആണ്. അതിൽ നിന്നും ഓരോ ഡെസിഗ്നേഷൻ വാല്യൂ മാറുന്നതനുസരിച്ച് നിങ്ങൾ ദയവായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റൂ. ഒരു കമ്പനിയിൽ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പേരിനോടൊപ്പം വെബ് ഡിസൈനർ എന്ന് എഴുതിയിരിക്കുന്നതും ഗ്രാഫിക് ഡിസൈനർ എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ ഒരു പഴയകാല കോൺസെപ്റ്റുകളാണ്. അതൊക്കെ മാറി ഇപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പ്രാവീണ്യമെങ്കിൽ പോലും അത് നിങ്ങൾ യൂസർ ഇന്റർഫേസിൽ നിന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പുതിയ നെയിംസുകളും കൂടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡിസൈൻ ട്രെൻഡുകൾ പോലെ തന്നെ യാതൊരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ബാക്ക്വേർഡായി നിന്നു പോകരുത്. ഈ ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രത്തോളം ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, അത്രത്തോളം സ്കോപ്പ് ഉള്ളതാണ്. അതിനോടൊപ്പം നമുക്ക് നിന്ന് ചലിച്ചാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും, എല്ലാ ഡിസൈനേഴ്സിനും ഒരുപോലെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ നമ്മൾ പരമ്പരാഗതമായ മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് പരമ്പരാഗതമായ ചിന്താഗതികൾ തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ വളരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നില്ല, ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വാല്യുബിൾ ആവില്ല. നമുക്കും ഇൻഡസ്ട്രിയോടൊപ്പം മുന്നോട്ട് കുതിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്കും അത് കൂടുതൽ പ്രയോജനപ്പെടുത്താനും വലിയ മേഖലകളിലേക്ക് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ദയവായി ഡിസൈനേഴ്സ് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ നിന്നും അടുത്ത വെക്ടർ സോഫ്റ്റ്വെയറിലേക്ക് ദയവായി അപ്ഡേറ്റ് ചെയ്യുക. ടൂൾസുകൾ അറിഞ്ഞൂടാത്തവർ നമ്മളെ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിൽ നിന്നോ കൂടുതൽ ട്യൂട്ടോറിയലൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഡിസൈൻ ടൂളിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോഷോപ്പിൽ നിന്നും അടുത്ത സോഫ്റ്റ്വെയറിലേക്കുള്ള കൺവേർഷൻ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും, നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളിലേക്ക് എല്ലാം മാക്സിമം ദയവ് ചെയ്ത് ഇത് എത്തിച്ചു കൊടുക്കുക.
അതുപോലെ തന്നെ അവരിലെല്ലാവരിലും ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വളർച്ച, നമ്മളെല്ലാവരും നല്ല സ്വപ്നം കാണുക, എല്ലാവരുടെയും മുന്നോട്ടുള്ള നല്ലൊരു വളർച്ചയ്ക്കായിട്ട് വേണ്ടി നമ്മൾ മാക്സിമം നോളജുകൾ ഷെയർ ചെയ്തുമൊക്കെ നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് മാക്സിമം ഇപ്പോഴേ പഠിച്ച് ശ്രമിച്ചു തുടങ്ങാം. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇത് പ്രയോജനകരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ദയവേദം എത്തിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.